കോഴിക്കോട് സ്വദേശി പ്രകാശിന്റെ വീട്ടിൽ ഇന്നും വരും നൂറുകണക്കിന് അതിഥികൾ. ആ വരവ് പതിവായപ്പോൾ പ്രകാശിന്റെ വകയായി ഈ അതിഥികൾക്കുള്ള പ്രഭാത ഭക്ഷണം. കാണാം ഈ അപൂർവ സൗഹൃദം. നമ്മുടെയൊക്കെ വീട്ടില് അതിഥികൾ വരാറുണ്ടല്ലേ? എന്നാൽ ഡെയിലി കൃത്യസമയത്ത് വരുന്ന അതിഥികളെ കണ്ടിട്ടുണ്ടോ? കോഴിക്കോട് പ്രകാശേട്ടൻ്റെ വീട്ടിൽ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഈ അതിഥികൾ കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ അവരുടെ വിശേഷങ്ങളും അവരെ കാണാനുമാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഇതാണ് മാളിക്കടവിലെ പ്രകാശൻ. പ്രകാശന്റെ ചൂളം വിളിക്കായി കാതോർത്ത് കാത്തിരിക്കുകയാണ് ഈ അതിഥികൾ. കഴുകി വൃത്തിയാക്കിയ നെല്ല് വിളമ്പി പ്രകാശൻ ചൂളം വിളിക്കുന്നതോടെ അതിഥികൾ ഇങ്ങനെ പറന്നെത്തും. അതിഥികൾക്ക് ഭക്ഷണം നൽകാനായി പ്രത്യേകം സ്ഥലവും പ്രകാശൻ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു വളർത്തു തത്ത ഉണ്ടായിരുന്നു. ആ തത്തേൻ്റെ അടുത്തേക്ക് നമുക്ക് 1-2 തത്ത വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അതിനും നെല്ലിട്ട് കൊടുക്കാൻ പിന്നെ ഭാര്യനോട് പറഞ്ഞാൽ കുറച്ച് പുറത്ത് നെല്ല് കൊടുത്തോളേണ്ടിയതാണ്. അപ്പോൾ അങ്ങനെ അവൾ പുറമേ നെല്ല് വെച്ച് കൊടുക്കാൻ തുടങ്ങി. അപ്പം പുറത്ത് നിന്ന് തത്ത കൂടി വന്നു. പിന്നെ ഒരു 10-50-60 ആയപ്പോൾ തത്ത എന്തോ കാരണവശാൽ കൂട്ടുകളിൽ മിസ്സായി. പക്ഷെ എന്നാലും ഐറ്റങ്ങൾ വരലുണ്ട്. ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് മറ്റേ അതിൽ ആ കൂട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞ തത്ത ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ എന്നാലും അതിനെ കൊണ്ടല്ല കേട്ടോ നെല്ല് കൊടുക്കുന്നത്. ഐറ്റങ്ങൾ വരുന്നതിനെ കൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ സ്നേഹവിരുന്നിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നേരത്തെ വീട്ടിലുണ്ടായിരുന്ന തത്തയോട് കൂട്ടുകൂടാൻ എത്തിയതാണിവർ. സ്വന്തം തത്തയ്ക്കൊപ്പം അതിഥികളായി എത്തിയവർക്കും പ്രകാശൻ ഭക്ഷണം നൽകി. രാവിലെ ഏകദേശം 6 മണിക്കാണ് തത്ത വന്നുകൊണ്ടേ നിൽക്കും. 6 മണി 6:10 ആകുമ്പോഴത്തേക്ക് തെങ്ങിന് മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കും. അത് ഞങ്ങൾ വരുന്ന സമയത്ത് നിന്ന് ടൈം കറക്റ്റ് കഴിഞ്ഞ് 6 മണിയാകുമ്പോൾ തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. 6:10 ആകുമ്പോഴത്തേക്ക് നെല്ല് ഞങ്ങൾ കഴുകി 6:30 ആകുമ്പോഴത്തേക്ക് അവിടെ നെല്ല് ഇതിൻ്റെ ഇതിലിടെ ഏറ്റെടുക്കുക. ട്രയല്ല, പൈപ്പാണ്, ഇരുമ്പിൻ്റെ ഒരു പൈപ്പ്. അപ്പോൾ ഏകദേശം 4 കിലോ നെല്ലിൻ്റെ അടുത്ത് രാവിലെ വേണം. പിന്നെ വൈകുന്നേരം ഒരു 2 കിലോ അത് വേണം. വൈകുന്നേരം ഇത്ര തത്തി ഉണ്ടാവില്ല. പ്രകാശനും കുടുംബത്തിനും ഇവർ അതിഥികളല്ല, സ്വന്തം മക്കളെ പോലെയാണ്. രാവിലെയും വൈകിട്ടും നെല്ലിന് പുറമെ പഴവും പയറും ഒക്കെ നൽകുന്നുണ്ട്. വീടിൻ്റെ പെയിന്റ് എന്ന് പറഞ്ഞാൽ തത്തക്കൊരു കളർ കറക്റ്റ് ആയിക്കോട്ടെ ചെയ്തിട്ടാണ് പച്ച പെയിന്റ് തന്നെ അടിച്ചത്. നല്ല ഒരു ലൈറ്റായിട്ടുള്ള കളർ പെയിന്റ് അടിച്ച്. അതുകൊണ്ട് ഒരു രസമാണ് തത്തക്കും വീടിൻ്റെ ആൾക്കാർക്ക് പറയലുണ്ട്. ഞങ്ങളങ്ങനെ ഐറ്റിങ്ങൊക്കെ ഒരു വിരുന്നെത്തുന്ന അതിഥികളുമായൊത്തുള്ള നിമിഷങ്ങൾ പകർത്തി നിധി പോലെ സൂക്ഷിച്ചു വെക്കാറുണ്ട് പ്രകാശൻ. വർഷങ്ങളായി അതിഥികളെ ഊട്ടുന്ന കാര്യത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല പ്രകാശൻ. ഇനിയും അതങ്ങനെ തന്നെ. ന്യൂസ് 18 കോഴിക്കോട്.